പത്തനംതിട്ട അടൂർ നഗരസഭയിലെ UDF കൗൺസിലർ CPM-ൽ ചേർന്നു. അടൂർ നഗരസഭ 2ാം വാർഡ് കൗൺസിലർ അനു വസന്തനാണ് CPM-ൽ ചേർന്നത്. CPIM മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അനു വസന്തനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. തന്റെ കുടുംബത്തിലുള്ളവരെല്ലാം CPM-കാരാണ്. അതുകൊണ്ടാണ് CPM-ൽ ചേർന്നത്. CPM-ൽ ചേർന്നതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല. ഇനി മത്സര രംഗത്തേക്കില്ല. വരും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. CPIM സീറ്റ് വാഗ്ദാനം ചെയ്താൽ അപ്പോൾ മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അനു വസന്തൻ വ്യക്തമാക്കി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്റെ കുടുംബം മുഴുവൻ CPM-ലുള്ളവര് തന്നെ. അങ്ങനെ ഞാൻ ഈ 5 വർഷം കോൺഗ്രസിൽ തന്നെ നിന്നു. അടുത്തത് ഞാൻ CPM-ലോട്ട് പോയതാ. മറ്റു കാരണങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണ സീറ്റ് ലഭിച്ചപ്പോഴും എന്തായിരുന്നു നിലപാട്? കോൺഗ്രസിന്റെ. അതെ, കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണല്ലോ സീറ്റ് നൽകിയത്. അപ്പോൾ അല്ല, അതിന് മുന്നേ നമ്മളൊരു കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. ഞാൻ CDS ചെയർപേഴ്സൺ ആയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടാണ് ഞാൻ CDS-ൽ നിന്നത്. അതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ സീറ്റ് തന്നപ്പോ അതിൽ 5 വർഷം ഈ മത്സരിച്ച് ജയിച്ചത്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ഉണ്ടായിരുന്നു? 156. അതിനുശേഷം ഇപ്പൊ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് കുടുംബമെല്ലാം CPM-ലായതുകൊണ്ടാണോ? അത് മാത്രമാണോ കാരണം? അതെ, അത് മാത്രമാണ്. അങ്ങനെ ഒരു കാരണം നമുക്ക് പറയാൻ കഴിയുമോ? കുടുംബത്തിലുള്ളവരെല്ലാം CPM ആയതുകൊണ്ട് ചേർന്നു എന്നുള്ളത്? അതെ, തീർച്ചയായിട്ടും അതുകൊണ്ട്. മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ കോൺഗ്രസുമായിട്ട്? ഒന്നുമില്ല. എന്റെ ഈ വാർഡ് SC സംഭരണമാണ്. പക്ഷെ തൊട്ടടുത്ത വാർഡ് എനിക്ക് കോൺഗ്രസ്സുകാർ സീറ്റ് തരാമെന്ന് പറഞ്ഞതുവാ. അത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയത്. വീണ്ടും കോൺഗ്രസ് സീറ്റ് തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്രാവശ്യം മത്സരിക്കുമോ? ഇനിയും ഇല്ല, മത്സരിക്കാൻ തീരുമാനമില്ല. ഇല്ല. CPM സീറ്റ് തന്നാൽ മത്സരിക്കുമോ? CPM സീറ്റ് തരാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തന്നാൽ അന്നേരം ആലോചിക്കാം. മത്സരിക്കും? ഇല്ല, മത്സര രംഗത്തോട്ടില്ലെന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് ഈ പ്രാവശ്യം. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.